ആ പകരത്തെ ആ വരുന്നുണ്ട് 5 രൂപ എടുത്തിട്ടോ. ആ ആയിക്കോട്ടെ, വണ്ടിന്റെ പ്രശ്നമൊന്നുമില്ല. 5 ലക്ഷം രൂപ കേസല്ലേ, വിഷയമല്ല, നമുക്ക് ശരിയാക്കി കൊടുക്കട്ടോ. മറ്റേ ഒരവിടെ വാങ്ങിയിട്ട് നമുക്ക് പേപ്പർ ക്ലിയർ ചെയ്തിട്ട് വേണമെങ്കിൽ അഡ്വാൻസ് അവിടെ കൊടുക്കുകയും ചെയ്യാം കേട്ടോ. കുഞ്ഞോളല്ല വന്നിക്കണത്. കുഞ്ഞോളെ എപ്പോഴേ വന്ന് ബാപ്പു ഓജ് കണ്ടില്ലേ? ബാപ്പു ബാ ഞാൻ വന്ന കണ്ടില്ലേ? എത്ര അത്യാവശ്യം ഇപ്പൊ അർജന്റ് പോന്നപ്പോ ഞാന് നിർബന്ധമായിട്ട് കിട്ടുന്നത് അത്യാവശ്യമാണ്. കഴിഞ്ഞ ആഴ്ച കഴിഞ്ഞ ആഴ്ച ഞാൻ വാങ്ങിയത് ഒരാഴ്ചയിലായിട്ടുള്ളൂ. അപ്പൊ ആവശ്യത്തിന് പൈസ വേണ്ടത് പൈസ ഒരുപാട് ചെലവ്. ഇപ്പത്തെ വരിയത്തെ ചെലവ് കാര്യങ്ങൾ കണക്കിന്റെ അല്ല. ഇജ്ജ് 50,000 രൂപ കഴിഞ്ഞ ആഴ്ച ഇപ്പൊ 50,000 ചോദിച്ചാൽ നമുക്ക് എങ്ങനെ കഴിഞ്ഞു? എനിക്കത് കടന്നു ചെറിയ പൈസക്ക് ഇപ്പൊ പെൻഷനുള്ള പൈസക്ക് ചാപ്പിടെ മനസ്സിൽ പഴയതിന്റെ അവിടെ പൈസക്ക് കാര്യം മാത്രം ചോദിച്ചോളൂ. എന്തിനാർക്ക് ചോദിച്ചു നേരത്തെ? എനിക്ക് എത്ര ടൈറ്റ് കാര്യം എനിക്ക് പരിയത്ത അവസ്ഥ ചെയ്തിട്ടുണ്ട്. അതിനെ കുറിച്ച് പറഞ്ഞു 5 പൈസ തരണ്ടാവില്ല. അത് 50,000 തരണ്ടാവും. കാരണം ഒരുപാട് ചെറിയ കാര്യങ്ങൾ എനിക്കുണ്ട്. പരിയത്ത പ്രശ്നം അത് പോകണ്ട, ഇത് പോകും വേണ്ട കേട്ടോ. കഴിഞ്ഞ ഒരു പൈസ വെച്ച് വരിക. പൊന്നാരമ്മ നദി കയറാന്നൊക്കല്ല കേട്ടോ. ഞാൻ എന്റെ ആവശ്യം നിങ്ങളുടെ പൈസ ഓണയുടെ ദിവസം ആദ്യം ചോദിച്ചേന് പറഞ്ഞേരി. ഇപ്പൊ അതിന് പെൻഷൻ പൈസക്ക് എന്തെങ്കിലും കണക്കുണ്ടോ? ഓണത് സ്വന്തക്ക വെച്ച് ചോദിച്ചിട്ട് നിങ്ങളൊന്ന് ന്യായം പറയണ്ടേ നിങ്ങള്? ഇപ്പൊ ഞാൻ 50,000 പൈസ ഞാൻ എടുക്കാൻ ചെല്ലേണ്ടത്. അപ്പൊ പറഞ്ഞേരി. പാപ്പത്തി കയറണ്ട. ഡോളറ്റിലെ പ്രശ്നമല്ലേ പറയുന്നത്. ഉണ്ടാക്കി ഒരു കാര്യം ചെയ്യും. ഓക്കെ, ഒരു മാസം ഇപ്പാനും ഇമ്മാനി വരി കൊണ്ട് നിർത്തിട്ട് എന്റെ ചെലവ് കാര്യങ്ങളൊക്കെ നോക്കി. എനിക്ക് പെണ്ണുങ്ങളും കുട്ടികളൊക്കെ പഴയ അടവും ബാഗും കാര്യങ്ങളും ഇങ്ങോട്ട് വലിഞ്ഞു മുന്നോട്ട് പോയിച്ച് എനിക്ക് വെക്കില്ല. പിന്നെന്തേ അനക്ക് ഇവിടുത്തെ പൈസ ചോദിച്ചു എനക്ക് ഇവിടുത്തെ ചെലവും കാര്യങ്ങളും ഇജ്ജ് കൊണ്ടേ നോക്കി നോക്കി. അനക്ക് ചെലവും കാര്യം എത്ര പേരുണ്ട് നോക്കി നോക്കി. പിന്നെ ചില പൈസയുടെ കാര്യം പറയണേ. അനക്ക് മക്കളായ അനക്കുണ്ടാവും അതിന്റെ രീതി. എന്താ ഞാൻ അന്നേക്ക്